ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരുടെയും ഇഹത്തിലെയും പരത്തിലെയും വിജയം വെച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ ദീനിലാണ്. പടച്ചവന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്ന പക്ഷം ഈ ലോകത്ത് നമുക്ക് തരാതരം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ്. നാളെ പരലോകത്തും അല്ലാഹു ഉന്നതമായ വിജയം നൽകുന്നതാണ്. ഈ ലോകത്തുള്ള വിജയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹു ശത്രുക്കളായ ആളുകളെ ഒന്നുകിൽ പടച്ചവൻ മിത്രങ്ങളാക്കും, അല്ലെങ്കിൽ അവരെ അല്ലാഹു നേരിട്ട് കൈകാര്യം ചെയ്ത് ഇല്ലാതാക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ വിവിധ സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു യാഥാർത്ഥ്യം അറിയിക്കുന്നുണ്ട്. ഫിർഔനും കൂട്ടരും ഒരു കാലഘട്ടത്തിൽ ഈജിപ്തിൽ കഠിനമായ മർദ്ദന പീഡനങ്ങൾ നടത്തുകയും അന്നത്തെ സത്യവിശ്വാസികളായിരുന്ന മൂസാ നബി അലൈഹിസ്സലാമിനെയും കൂട്ടരെയും ദ്രോഹിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്നു, യുദബ്ബിഹൂന അബ്നാഅക്കും, ആൺകുട്ടികളെ അറുകൊല നടത്തുമായിരുന്നു, സ്ത്രീകളെ ജോലികൾ ചെയ്യിപ്പിക്കുന്നതിനും അതുപോലെ ശല്യമല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടും ജീവിക്കാൻ വിടുകയും ചെയ്തിരുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഈ സമയത്ത് ബനൂ ഇസ്രായീലിനോട് സഹനത മുറുകെ പിടിച്ച് സൂക്ഷ്മതയോടെ മുന്നോട്ട് നീങ്ങാൻ ആഹ്വാനം ചെയ്തു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇസ്തഈനു ബില്ലാഹി വസ്ബിറു. മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ പടച്ചവനോട് സഹായം തേടുകയും സഹനത മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുക. അങ്ങനെ അവർ പടച്ചവനോട് സഹായം ചോദിച്ചു, സഹനത മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങി. അവസ്ഥകൾ മാറി മാറി വന്നുവെങ്കിലും അവസാനം അല്ലാഹു തആല സുമനസ്സുകളായ ആളുകളെ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും അക്രമികളായ ആളുകളെ ഇല്ലായ്മ ചെയ്യുകയും അല്ലാഹു ബനൂ ഇസ്രായീലിനെ ഉയർത്തുകയും ചെയ്തു. ഇത് പടച്ചവന്റെ എല്ലാ കാലഘട്ടത്തിലുമുള്ള നടപടിക്രമമാണ്. നമ്മൾ ഇന്ത്യൻ മുസ്ലിംകൾ ഇന്ന് ധാരാളം പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും അകപ്പെട്ട് കഴിയുകയാണ്. അതിലെല്ലാം ഉപരി രാഷ്ട്രീയമായ അവസ്ഥകളും മാറിയും മറിഞ്ഞും വളരെ അപകടകരമായ നിലയിലേക്ക് മാറി കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, മുഴുവൻ രാജ്യസ്നേഹികൾക്കും പീഡിതരായ ജനവിഭാഗങ്ങൾക്കും ഖുർആൻ വ്യക്തമായ നിർദ്ദേശം നൽകുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ മുസ്ലിംകൾ മാത്രമല്ല പീഡിപ്പിക്കപ്പെടുന്നത്. പ്രശ്നം മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല. ഒന്നാമതായി ഇവിടെ ധാരാളം വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ അവസ്ഥ ഇത് വർഗീയതയുടെയും അതുപോലെ തന്നെ പരമത വിദ്വേഷത്തിന്റെയും മറ്റുള്ളവരെ ഒതുക്കലിന്റെയും തേച്ചൊട്ടിക്കലിന്റെയും രാഷ്ട്രീയം, ഇത് ഈ രാജ്യത്തിന് തന്നെ നാശമാണ്, രാജ്യത്തിന് തന്നെ മോശമാണ്. ഒരു വീട്ടിൽ 5 മക്കളുണ്ട്.
മാതാപിതാക്കൾ അതിൽ 3 പേരെ മാത്രം പരിഗണിക്കുന്നു, 2 പേരെ പരിഗണിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് പ്രകൃതിക്ക് വിരുദ്ധമാണ്, തിരിച്ചടി ഉറപ്പായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് രാജ്യത്തിന്റെ അവസ്ഥ ഇത് രാജ്യത്തിന് തന്നെ നാശമാണ്, മുഴുവൻ ജനങ്ങൾക്ക് നാശമാണ്. വർഗീയത എന്ന് പറയുന്നത് ആർത്തി പൂണ്ട ഒരു തീക്കുണ്ടാരമാണ്. ആദ്യം പരിസരങ്ങൾ മുഴുവനും അത് നശിപ്പിച്ചതിന് ശേഷം അവസാനം സ്വയം അത് കത്തി അത് ഇല്ലാതായി തീരുന്നതാണ്. അതുകൊണ്ട് ഈ സമയത്ത് നാം എല്ലാവരും നമ്മളുടെ ഉത്തരവാദിത്തം ഉണരണം. ഒന്നാമതായി നമ്മൾ മുഴുവൻ ജനങ്ങളെയും കൂട്ടത്തിൽ നിർത്താൻ പരിശ്രമിക്കണം. ഒരു മുസ്ലിം രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മളുടെ കാര്യം, മുസ്ലിം വോട്ട്, നാം ഇന്നത് ചെയ്യണം, ഈ ഒരു ശൈലി മാറ്റിക്കൊണ്ട് രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെയും, ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മതമുള്ളവരായിരുന്നാലും ഇല്ലാത്തവരായിരുന്നാലും എല്ലാവരെയും ചേർത്ത് നിർത്തി മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കണം. രണ്ടാമതായി പ്രധാനപ്പെട്ട ഒരു ദൌത്യം, നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യുകയും വേണം. അക്രമത്തിന്റെ സമയത്ത് അനങ്ങാതിരിക്കൽ, അതുപോലെ തന്നെ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നത് ആത്മഹത്യാപരമാണ്. മറിച്ച് പടച്ചവരോട് സഹായം ചോദിച്ചുകൊണ്ട് സഹനത മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, തെരഞ്ഞെടുപ്പിൽ നാം എല്ലാവരും പങ്കെടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരോട് വോട്ട് ചെയ്യാൻ പറയണം. മറയും മറ്റുമായി ബന്ധപ്പെട്ടതുകൊണ്ട് പലപ്പോഴും സ്ത്രീജനങ്ങൾ വോട്ടിന് വരാറില്ല. പുരുഷന്മാരിലും പലരും ഭക്തിയുടെയും മറ്റും പേര് പറഞ്ഞുകൊണ്ട് വോട്ടിന് പങ്കെടുക്കാറില്ല. ഇത് തെറ്റാണ്, അപകടകരമാണ്. നമ്മൾ എല്ലാവരെയും വോട്ടിൽ പങ്കെടുപ്പിക്കണം, നമ്മളും പങ്കെടുക്കണം. പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും പാർട്ടിയിലേക്കും മറ്റും നോക്കുന്നതിന് പകരം വർഗീയതയ്ക്കെതിരിൽ വിജയസാധ്യതയുള്ള ആളുകൾക്ക് നമ്മൾ വോട്ട് നൽകി അവരെ വിജയിപ്പിക്കാൻ പരിശ്രമിക്കണം. ഉദാഹരണത്തിന് ഞാൻ തന്നെ വോട്ടിനിപ്പോൾ പങ്കെടുക്കുകയാണ്. ഞാൻ ഈ നാട്ടിലെ സ്ഥാനാർത്ഥിയാണ്, എനിക്കും ആഗ്രഹമുണ്ട് സ്ഥാനാർത്ഥിയാകാം. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ അത് തന്നെയാണ്. ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്ഥാനാർത്ഥിയാകാം. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ അവന് സ്ഥാനാർത്ഥിയാകാൻ പറ്റിയില്ലെങ്കിൽ അവന് പെട്ടെന്നങ്ങോട്ട് കാലുമാറിയാൽ മതി, തൊപ്പിയിട്ടുകൊണ്ട് അയാളെ പുതിയ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ഈ നാട്ടിലെ സ്ഥാനാർത്ഥിയാണെന്ന് വിചാരിക്കുന്നു, പക്ഷേ എനിക്ക് യാതൊരു വിജയസാധ്യതയുമില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആൾക്കാരോട് രാജ്യത്തിന്റെ സേവനത്തിന് ഞാൻ സന്നദ്ധനാണ്. പക്ഷെ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എനിക്കല്ല, മറിച്ച് വിജയസാധ്യതയുള്ള സെക്യുലർ വ്യക്തിക്കാണ്, ജനാധിപത്യ മതേതര വിശ്വാസിയായ അതിൽ പാരമ്പര്യം തെളിയിച്ച ആളുകൾക്കാണെന്ന് പറഞ്ഞ് വോട്ട് മറ്റുള്ളവർക്കാണ് ഞാൻ സ്വയം നൽകേണ്ടത്, അതുപോലെ നൽകാൻ പ്രേരിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വോട്ടിന് ശേഷം നിർബന്ധമായും ആര് ജയിക്കട്ടെ, ജയിച്ചു കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് നമ്മൾ സതുപദേശങ്ങൾ നടത്തണം. പറയേണ്ട കാര്യങ്ങൾ അവരോട് പറയണം. ഞങ്ങൾ നൽകിയ വോട്ട് അല്ലെങ്കിൽ ജനങ്ങൾ നൽകിയ വോട്ട് ഇത് വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവർക്ക് അതിനെപ്പറ്റിയുള്ളതായ അവബോധം നൽകണം. ഇതിനു മുമ്പ് സേവനം ചെയ്തിരുന്ന മസ്ജിദിൽ ജുമാ നമസ്കാരം കഴിഞ്ഞ് അവിടെ വിജയിച്ച സ്ഥാനാർത്ഥി വരികയുണ്ടായി. അദ്ദേഹം വീക്ഷണപരമായി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വ്യക്തിയാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് അങ്ങേയറ്റം ബഹുമാനത്തോടെ ആദരവോടെ മസ്ജിദിലേക്ക് കയറ്റിയിരുത്തി. നേരെ മിമ്പറിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. ആൾക്കാരെല്ലാവരും വലിയ അത്ഭുതപ്പെട്ട് നോക്കുന്നുണ്ടായിരുന്നു. ചിലരെങ്കിലും വിമർശനവും പറഞ്ഞു, ഉസ്താദ് എന്താ ഈ കാണിക്കുന്നത്? അപ്പൊ അവരോട് പറഞ്ഞ് കാണിക്കേണ്ടത് തന്നെയാണ് കാണിക്കുന്നത്, നിങ്ങൾ കണ്ടുകൊള്ളാൻ പറഞ്ഞു. അദ്ദേഹത്തിന് മുമ്പിലിരുത്തി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിജയത്തിന് ആശംസ നേരാൻ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് വരേണ്ടതായിരുന്നു. അതിനു പകരം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതിൽ അങ്ങേയറ്റം നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, താങ്കൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത് വരെയും സ്ഥാനാർത്ഥിയാകുന്നത് വരെയും താങ്കൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനായ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമായിരുന്നു. വോട്ടെടുപ്പിന്റെ സമയത്തും താങ്കളെ ഒരു രാഷ്ട്രീയത്തിന് അംഗമായി കണ്ടുവെങ്കിലും ഞങ്ങൾ കണ്ടത് ഈ രാജ്യത്തിന് സേവനമനുഷ്ഠിക്കാൻ, പ്രത്യേകിച്ചും ഈ മണ്ഡലത്തിന് സേവനമനുഷ്ഠിക്കാൻ സന്നദ്ധതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങൾ താങ്കളെ കണ്ടത്. വിശിഷ്യ താങ്കൾ വിജയിച്ചു കഴിഞ്ഞ് താങ്കൾ ഇപ്പോൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമല്ല, മറിച്ച് ജനപ്രതിനിധിയാണ്.
ഈ മസ്ജിദ് അടക്കം, ഈ മദ്രസയടക്കം, എന്റെ വീടും പറമ്പും അടക്കമുള്ള പ്രദേശങ്ങൾക്ക് സേവനം ചെയ്യാൻ താങ്കൾ ഞങ്ങൾ എല്ലാവരുടെയും ജനപ്രതിനിധിയാണ്. ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് രാഷ്ട്രീയ മത വിഭാഗങ്ങൾക്കതീതമായി താങ്കൾ സേവനം ചെയ്യാൻ സന്നദ്ധമാകണമെന്ന് ഈ മസ്ജിദിന്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് വെച്ച് താങ്കൾ ഉപദേശിക്കുന്നു. അള്ളാഹുവിന്റെ ദാസൻ കരയുകയാണ്, അദ്ദേഹത്തിന് കണ്ണ് നിറയുകയുണ്ടായി. ഞാൻ എതിർത്ത കൂട്ടുകാരോട് പറഞ്ഞു, ഇത് പറയാൻ വേണ്ടിയാ പറഞ്ഞത്. ഞാൻ റോഡിന്റെ സൈഡിൽ വെച്ച് പറഞ്ഞാൽ ഇദ്ദേഹം കേൾക്കുകയില്ല. അല്ലെ, എന്റെ മുറിയിൽ സ്വകാര്യമായി ഇരുത്തിയാൽ നിങ്ങൾ നാളെ ഫോട്ടോ എടുത്തുകൊണ്ട് ഉസ്താദും ഇന്നയാൾ നിങ്ങൾ ഡീലെന്ന് പറയും. നിങ്ങൾ പരസ്യമായി കേൾക്കുന്നതിനാണ്. പള്ളിയുടെ മിമ്പറിന്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തി അദ്ദേഹത്തിനോട് ഈ വിഷയം പറഞ്ഞ് അദ്ദേഹത്തിന് കണ്ണ് നിറയുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു നിരന്തരം പരിശ്രമമാണ്. നമ്മൾ വാതിൽ തട്ടിക്കൊണ്ടേയിരിക്കും. പടച്ചവന്റെ അനുഗ്രഹത്താൽ നേരത്തെ പറഞ്ഞ കാര്യം നടക്കും. ഒന്നുകിൽ അവർ നന്നാകും. നമുക്കതേ ഉള്ളൂ. നമുക്കിവിടെ ആരെയെങ്കിലും പ്രത്യേക ആളുകൾ നശിക്കണം, ചീത്തയാകണം. ഈ രാജ്യത്തിന് മുഴുവൻ ജനങ്ങളും മുഴുവൻ മക്കളും നന്നാകണമെന്നാണ് ആഗ്രഹം. ആരെങ്കിലും മോശമായി ജീവിച്ചിരുന്നു, നല്ല അവസ്ഥയിലേക്ക് വന്നു, അവർക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞ് നല്ല അവസ്ഥയിലേക്ക് വന്നു, അവരുടെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ വിസ്മരിക്കും. അതിനുശേഷം അവരുടെ പുതിയ യാത്രയ്ക്ക് നമ്മൾ പിന്തുണ നൽകേണ്ടതാണ്. അതുകൊണ്ട് ഈ ഉത്തരവാദിത്തം മനസ്സിലാക്കണം. ഒന്നാമതായി, ഇപ്പോൾ നമ്മൾ കുറഞ്ഞ സമയങ്ങളാണുള്ളത്. നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന സ്ഥാനാർത്ഥികളെ വളരെ സ്നേഹത്തോടെ വിളിച്ചിരുത്തണം. പറ്റിയാൽ ചായ കൊടുക്കണം, ചൂടാണ് വെള്ളം കൊടുക്കണം. എന്നിട്ട് അവരോട് കാര്യം പറയണം. മോനെ, മോളെ, വലിയൊരു ഉത്തരവാദിത്തത്തിനാണ് നീ മുമ്പോട്ട് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നിന്റെ പിന്നിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിലും നിന്റെ മുമ്പിലുള്ളത് ഈ രാജ്യമാണ്. കോടാനുകോടി ജനങ്ങൾ അധിവസിക്കുന്ന, സാധുക്കളായ ജനങ്ങൾ അധിവസിക്കുന്ന, പാവത്തുങ്ങളായ ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് നിന്റെ മുമ്പിലുള്ളത്. നീ ഇതിന് ശരിയായ സേവനമനുഷ്ഠിക്കാൻ നല്ല ആഗ്രഹം പ്രകടിപ്പിക്കൽ. വേറൊരു സ്ഥാനാർത്ഥി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ വിജയിക്കട്ടെ, പരാജയപ്പെടട്ടെ, ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ താങ്കൾ നല്ല ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. താങ്കൾ വിജയിച്ചു കഴിഞ്ഞു. ഇസ്ലാമിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ അങ്ങനെയാണ്. ഒരാൾ ജയിച്ചു, ഒരാൾ തോറ്റു, ഇത് ഇസ്ലാമിലില്ല. മറിച്ച് ഒരാൾ ഉന്നത വിജയം കരസ്ഥമാക്കി, അടുത്തയാൾ തൊട്ടടുത്ത് വിജയം കരസ്ഥമാക്കി. ഈ നിലയിലാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. അതുകൊണ്ട് നിങ്ങൾ ഇതിനുവേണ്ടി ഇറങ്ങിയ അന്ന് മുതൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് രാജ്യത്തിന് സേവനമനുഷ്ഠിക്കുന്ന തീരുമാനമെടുക്കൽ. രണ്ട് സഹോദരങ്ങൾ നാം ഓരോരുത്തരും നിർബന്ധമായും നമ്മൾ കാര്യമായി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കൽ, വോട്ടെടുപ്പിൽ പങ്കെടുക്കൽ. സാധിക്കുമെങ്കിൽ അന്ന് കൃത്യമായി നമസ്കരിച്ച്, സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് നമസ്കരിച്ച്, സുബഹി നമസ്കാരം നിർവഹിച്ച് 2 റക്അത്ത് നമ്മൾ അല്ലാഹുവിനോട് ഹാജത്ത് നമസ്കരിച്ച് ദുആ ചെയ്യണം. ദുആ ചെയ്തതിനു ശേഷം നമ്മൾ പോയ ഒരു അമാനത്താണെന്ന് മനസ്സിലാക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞുകൊണ്ട് വോട്ട് നമ്മൾ രേഖപ്പെടുത്തൽ. വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം ഏതെങ്കിലും മതത്തെയും രാഷ്ട്രീയ പാർട്ടിയെയും നോക്കുന്നതിന് പകരം വിജയ സാധ്യതയുള്ള സെക്യുലർ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ കഴിയുന്ന ആളുകൾക്ക് നമ്മൾ വോട്ട് രേഖപ്പെടുത്തണം. അതിനുശേഷം വോട്ടെടുപ്പിന് ശേഷം ആരെങ്കിലും ജയിച്ചു, സ്വാഭാവികമായിട്ട് ജയിക്കും. അവരുമായി വീണ്ടും ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ കർത്തവ്യം നിർവഹിക്കണം. ഇങ്ങനെ രാജ്യത്തിന് അനുഗുണമായൊരു പരിശ്രമം നമ്മൾ നടത്തിയാൽ പടച്ചവൻ അനുഗ്രഹം കൊണ്ട് അതിന്റെ ഫലമുണ്ടാകും. നമ്മൾ ഒരിക്കലും ഞാൻ ഒരു സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ, ഞാൻ ഒരാൾ ഉപദേശിച്ചിട്ട് എന്ത് വരുമെന്ന് നമ്മൾ വിചാരിക്കരുത്. മറിച്ച് ഫുട്ബോൾ കളി പോലെ നമ്മളെല്ലാവരും വോട്ടെടുപ്പിൽ പങ്കെടുത്തവരാണോ, നമ്മളെല്ലാവരും ഈ രാജ്യത്തിന്റെ ഭാവിയുടെ ഭാഗധേയത്തിൽ നമ്മളതിന്റെ അംഗങ്ങളാണെന്ന് മനസ്സിലാക്കുകയും നമ്മൾ കഴിവിന്റെ പരമാവധി തികഞ്ഞ സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയും ശേഷമുള്ള കർത്തവ്യം നമ്മൾ നിർവഹിക്കുകയും വേണം. പടച്ചവന്റെ അനുഗ്രഹത്താൽ ഇന്നല്ലെങ്കിൽ നാളെ പരിവർത്തനമുണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും ഈ മണ്ണ് ഒരു ഭാഗത്ത് സ്നേഹത്തിന്റെ മണ്ണാണ്, സൗഹാർദ്ദത്തിന്റെ മണ്ണാണ്. ഇവിടെ ഒരിക്കലും വർഗീയത അത് മുളയ്ക്കുകയില്ല. പിന്നെ ഒരു താൽക്കാലികമായ പ്രതിഭാസമാണ്. കുറെ ആളുകളുടെ പ്രസംഗത്തിന്റെ മാസ്മരികത കൊണ്ട്, അഭ്യാസങ്ങളും ആഭാസങ്ങളും കൊണ്ട് താൽക്കാലികമായ പ്രക്രിയയാണ്. സമയം കഴിയും, അവസ്ഥകൾക്ക് മാറ്റം വരുന്നതാണ്. 2, ഈ ലോകത്തിന്റെ തന്നെ പടച്ചവന്റെ നടപടിക്രമമാണ്. വനുരീദു അൻ നമുന്ന അലല്ലദീന സുദ്ഇഫു ഫിൽ അർദ്, അക്രമികളെ ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റി നിർത്തുമെന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. ആക്രമിക്കപ്പെടുന്നവരുടെ മേൽ അനുഗ്രഹം ചെയ്യണമെന്ന് നാം തീരുമാനമെടുത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. വനജഅലഹും അഇമ്മത്തൻ വനജഅലഹുൽ വാരിസീൻ, ആക്രമിക്കപ്പെടുന്ന ആളുകളെ നാം അധികാരികളാക്കുന്നതാണ്, നായകന്മാരാക്കുന്നതാണ്. പക്ഷെ അവർ ചെയ്യേണ്ട ധർമ്മങ്ങൾ ചെയ്യണം. വെറുതെ പ്രായിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിരാശപ്പെട്ട് മാറിയിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ കർമ്മമണ്ഡലത്തിൽ സജീവമാകണം. മഹാനായ
അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ എന്റെ കഴുത്തിൽ നിങ്ങൾ വാള് വെച്ചു, ഇതിനിടയിൽ എനിക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അപ്പോഴും ഞാൻ സത്യം ഉറക്കെ വിളിച്ചു പറയുന്നതാണെന്ന് മനസ്സിലാക്കി നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും, പരിവർത്തനത്തിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് തന്നെ നല്ലൊരു മതേതര സൗഹാർദ്ദപൂർണമായ ഒരു കേരളത്തെയും ഭാരതത്തെയും കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലെങ്കിൽ പേടിക്കേണ്ട ഉറപ്പാണ്, നമ്മളുടെ ഖബറിന്റെ മുകളിൽ നിന്നുകൊണ്ട് നമ്മളുടെ മക്കൾ സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും നീതിയുടെയും ഒരു നല്ല നാളെ അവർ അനുഭവിക്കുന്നൊരവസ്ഥയുണ്ടാകും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ അപകടങ്ങൾ കുഴപ്പങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജനങ്ങളുടെ ചെവികളിലേക്ക് പടച്ചവൻ ശരിയായ സന്ദേശം എത്തിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അക്രമങ്ങളും അനീതികളും ഇല്ലാതായി വർഗീയതയും തീവ്രവാദങ്ങളും മാറി സ്നേഹവും സൗഹാർദ്ദവുമുള്ള ഒരു നല്ലൊരവസ്ഥ പടച്ചവൻ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്ത്, രാജ്യത്ത്, ലോകം മുഴുവനും പടച്ചവൻ കൊണ്ടുവരുമാറാകട്ടെ. പടച്ചവൻ എല്ലാവിധ അനുഗ്രഹങ്ങൾ ചെയ്യുമാറാകട്ടെ. അടുത്തൊരു മഹാപണ്ഡിതൻ പരിശുദ്ധ ഖുർആനും അതുപോലെ ലോകത്തെ ചലനങ്ങൾ നോക്കിക്കൊണ്ട് പറയുകയുണ്ടായി, ലോകം മുഴുവനും പ്രതീക്ഷ അസ്തമിച്ചിരിക്കുകയാണ്. ഒരൊറ്റ പ്രതീക്ഷ ഇന്ത്യ മഹാരാജ്യത്താണുള്ളത്. അതിനെയും കുഴയ്ക്കാനാണ് വർഗീയവാദികൾ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരിയായ ഉത്തരവാദിത്തത്തോടെ മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യം ഒരു നേതൃത്വത്തിന് ഉന്നതങ്ങളിലേക്ക് ഉയർന്ന് ലോകത്തിന് മുഴുവനും വഴികാട്ടിയാകും, മാതൃകാ രാജ്യമായിട്ട് മാറും. പടച്ചവനങ്ങനെ ആക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലും പുണ്യമായ ഹദീസിലും ഇതിന് വ്യക്തമായ സൂചനയുമുണ്ട്. അള്ളാഹു എല്ലാ ഖൈറുകളും നൽകുമാറാകട്ടെ. എല്ലാ ശർറുകളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സും ശാന്തിയും സമാധാനം നൽകുമാറാകട്ടെ. വഅൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم أعنا على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. റഹ്മാനായ അള്ളാഹു, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അള്ളാഹുവേ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അള്ളാഹുവേ. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അള്ളാഹുവേ. യാ അള്ളാഹ്, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അള്ളാഹുവേ. യാ അള്ളാഹ്, ഞങ്ങളെ തൊട്ടും നീ പൊരുത്തപ്പെടണേ അള്ളാഹുവേ. നരകത്തിൽ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അള്ളാഹുവേ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നാക്കി തരണേ അള്ളാഹുവേ. ദീനിന്റെ കാര്യങ്ങളും നന്നാക്കി തരണേ അള്ളാഹുവേ. ദുനിയാവിന്റെ കാര്യങ്ങളും നന്നാക്കി തരണേ അള്ളാഹുവേ. വീടിന്റെയും നാടിന്റെയും കാര്യങ്ങൾ നന്നാക്കി തരണേ അള്ളാഹുവേ. പ്രത്യേകിച്ചും റഹ്മാനായ റബ്ബെ, ഈ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നാടിന് മുഴുവനും നീ നന്മയാക്കണേ അള്ളാഹുവേ. മുഴുവൻ ജനങ്ങൾക്ക് നീ നന്മയാക്കണേ അള്ളാഹുവേ. ഇതിലൂടെ നല്ല ആളുകളെ നീ മുമ്പോട്ട് കൊണ്ടുവരണേ അള്ളാഹുവേ. മുമ്പോട്ട് കൊണ്ടുവരുന്ന എല്ലാവരെയും നന്നാക്കുകയും ചെയ്യണേ അള്ളാഹുവേ. യാ അള്ളാഹ്, ഭരണാധികാരികൾ നന്നായാൽ നാടിന്റെ അവസ്ഥകൾ നന്നാകുന്നതാണ്. പടച്ചവനെ, അവർ നന്നാകാൻ ഞങ്ങൾ നന്നാകൽ നിർബന്ധമാണ്. അള്ളാഹു, ഞങ്ങളെ നന്നാക്കണേ അള്ളാഹുവേ. അവരെയും നന്നാക്കണേ അള്ളാഹുവേ. പടച്ചവനെ, എല്ലാവർക്കും വോട്ടെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഉദവി നൽകണേ അള്ളാഹുവേ. യാ അള്ളാഹ്, അനാവശ്യമായ വാദകോലാഹലങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ. ജനങ്ങളുടെ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്ന, ശിഥിലമാക്കുന്ന, ജനങ്ങൾ അസ്വസ്ഥമാക്കുന്ന എല്ലാ പ്രവണതകളിൽ നിന്നും അകന്നു കഴിയാൻ എല്ലാവർക്കും നീ ഉദവി നൽകണേ അള്ളാഹുവേ. യാ അള്ളാഹ്, എല്ലാ ഖൈറുകളും തരണേ അള്ളാഹുവേ. എല്ലാ അശറുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ. മുൻഗാമികളുടെ വലിയ പരിശ്രമങ്ങൾ ഇന്ന് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവേ. ഞങ്ങളുടെ പരിശ്രമങ്ങൾ അടുത്ത തലമുറ അനുഭവിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കി പടച്ചവനെ സൂക്ഷ്മതയോടെ നാടിനോട്, നാട്ടുകാരോട് വർത്തിച്ച് ഞങ്ങളെ ഏൽപ്പിച്ച നാടിനെയും വീടിനെയും നല്ല കരങ്ങളിൽ ഏൽപ്പിച്ച് നിന്നിലേക്ക് വരാൻ ഞങ്ങൾക്ക് നീ ഉദവി നൽകണേ അള്ളാഹുവേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹ്. ഒന്ന് ബലപ്പെടുത്തി പറ, പറഞ്ഞതിന് വിലയുണ്ടാവും. പറയും.
സഹോദരങ്ങളെ സഹോദരിമാരെ, ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ പറയാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ദിവസം വ്യാഴാഴ്ചയാണ്. എല്ലാ ആഴ്ചയിലും നോമ്പുള്ളതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസം വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് ഉള്ളതാണ്. വ്യാഴാഴ്ച നമുക്ക് എല്ലാ ആഴ്ചയിലുള്ള നോമ്പ് സുന്നത്തായ ദിവസമാണല്ലോ. അതുകൊണ്ട് ഉസ്താദിന്റെ ആ പ്രഭാഷണത്തിൽ നമ്മളോട് പറഞ്ഞ കാര്യം, ഈ ഉമ്മത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ദുആ മാത്രമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും കഴിവിന്റെ പരമാവധി വ്യാഴാഴ്ച ദിവസം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആൾക്കാർ, ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ആൾക്കാർ മുമ്പോട്ട് വരുന്നതിന് വേണ്ടി നിയത്താക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് സുന്നത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വോട്ടെടുപ്പ് പങ്കെടുക്കുക, മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുക. അല്ലാഹു തആല എല്ലാ നന്മയായ കാര്യങ്ങളും നമുക്ക് പരസ്പരം കൂട്ടായി ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.